ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോകൾ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതോടൊപ്പം വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമന്റുകളും പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമസ്കാരം, SS മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷൈൻ സി. ദിവസേന 10 ചോദ്യങ്ങളെങ്കിലും പഠിക്കാം എന്ന ഇന്നത്തെ ക്ലാസ്സിൽ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ദിവസേനയുള്ള എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. 1 മുതൽ 10 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഇതിൽ തുല്യ പ്രാധാന്യമാണുള്ളത്. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. കഴിഞ്ഞ ക്ലാസ്സിലെ ചോദ്യം ഇതായിരുന്നു: ടിവിയോ സ്മാർട്ട് ഫോണോ ഇല്ലാത്ത കുട്ടികൾക്ക് വേണ്ടി പഠന സൗകര്യം ഒരുക്കുന്ന കേരള സർക്കാരിന്റെ ഒരു പദ്ധതിയുണ്ട്. അത് വിദ്യാസഹായി എന്നുള്ളതാണ് പദ്ധതി. ഈ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം പോസ്റ്റ് ചെയ്ത വിജയികൾക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇനി വരുന്ന ഞായറാഴ്ചകളിൽ ഈ കഴിഞ്ഞ ഒരാഴ്ചത്തെ ക്ലാസ്സുകളായിരിക്കും നമ്മൾ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വേൾഡ് ഹൈഡ്രോഗ്രഫി ഡേ എന്നാണ്. അപ്പോൾ ജൂൺ 21 വേൾഡ് ഹൈഡ്രോഗ്രഫി ഡേ ആചരിക്കുന്നത്. അപ്പോൾ വേൾഡ് ഹൈഡ്രോഗ്രഫി ഡേ എന്ന് പറയുന്നത് ജൂൺ 25 ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് എനാബ്ലിംഗ് ഓട്ടോണമസ് ടെക്നോളജീസ് എന്നാണ്. എനാബ്ലിംഗ് ഓട്ടോണമസ് ടെക്നോളജീസ് എന്നാണ് ഈ വർഷത്തെ ഹൈഡ്രോഗ്രഫി ഡേയുടെ തീം എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ ഹൈഡ്രോഗ്രഫിക് ഓർഗനൈസേഷൻ ആണ് വേൾഡ് ഹൈഡ്രോഗ്രഫി ഡേ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്റർനാഷണൽ ഹൈഡ്രോഗ്രാഫിക് ഓർഗനൈസേഷൻ IHO ആണ് ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. 1921 ജൂൺ 2 IHO സ്ഥാപിതമായിരിക്കുന്നത്. അപ്പോൾ IHO സ്ഥാപിതമായിരിക്കുന്നത് 1921 ജൂൺ 2 ഇത് സ്ഥാപിതമായിരിക്കുന്നത്. അപ്പോൾ ഈ IHO ആണ് വേൾഡ് ഹൈഡ്രോഗ്രാഫിക് ഡേയുടെ ഓർഗനൈസർ എന്ന് പറയുന്നത്. ഈ വർഷത്തെ തീം എന്താണ്? ഹൈഡ്രോഗ്രാഫിക് ഇനാബ്ലിംഗ് ഓട്ടോണമസ് ടെക്നോളജീസ് എന്നുള്ളതാണ് ഈ വർഷത്തെ തീം. അടുത്ത ചോദ്യം ഇതാണ്: ഇന്റർനാഷണൽ യോഗ ഡേ. അപ്പൊ നമുക്കറിയാം ഇന്ന് ഇന്റർനാഷണൽ യോഗ ദിനമാണ്. ഇന്റർനാഷണൽ ആഗോള യോഗ ദിനമായിട്ടാണ് ലോക യോഗ ദിനമായിട്ടാണ് ഇന്ന് ആചരിക്കുന്നത്. ജൂൺ 21 അപ്പൊ ഇന്റർനാഷണൽ യോഗ ഡേ എന്ന് പറയുന്നത് ജൂൺ 21 ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് യോഗ ഫോർ ഹെൽത്ത്, യോഗ അറ്റ് ഹോം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തീമാണ് യോഗ ഫോർ ഹെൽത്ത്, യോഗ അറ്റ് ഹോം. യോഗ ആരോഗ്യത്തിന്, അതുപോലെ യോഗ വീട്ടിൽ. അപ്പോൾ വീട്ടിൽ നാം എല്ലാവരും തന്നെ യോഗയിലേക്ക് തിരിയണമെന്ന് പ്രധാനമന്ത്രിയുടെ ഒരു പ്രസ്താവന നമ്മളുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഇതുവഴി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ലോക യോഗ ദിനം ഇന്നായിരുന്നു, ജൂൺ 21. ഈ ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഫാദേഴ്സ് ഡേ. നമുക്കറിയാം ഇന്ന് ജൂൺ 21 എന്താണ്? ഫാദേഴ്സ് ഡേ കൂടിയാണ് ജൂൺ 21. അപ്പോൾ ജൂൺ 21 എന്ന് പറയുന്നത് ഫാദേഴ്സ് ഡേ കൂടിയാണ്. ഇനി ഈ ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. വേൾഡ് മ്യൂസിക് ഡേ എന്ന് പറയുന്നതും ജൂൺ 21 അല്ലെ? ജൂൺ 21 വേൾഡ് മ്യൂസിക് ഡേ എന്ന് പറയുന്നത്. നമുക്കറിയാം അനുഗ്രഹീത ഗായികയായ നമ്മുടെ കേരളത്തിന്റെ വാനമ്പാടി എന്ന് പറയുന്ന അനുഗ്രഹീത ഗായികയായ ശ്രീമതി ചിത്രയുടെ ഒരു പ്രസ്താവന നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഈ വേൾഡ് മ്യൂസിക് ഡേയിൽ ഫേസ്ബുക്കിലും മറ്റുമില്ല അത് വൈറലായിട്ടുള്ള ഒരു കുറിപ്പുണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇന്ന് 4 പ്രത്യേകതയാണ്. ഒന്ന് വേൾഡ് ഹൈഡ്രോഗ്രഫിക് ഡേ ആണ്, അതുപോലെ ഇന്റർനാഷണൽ യോഗ ഡേ ആണ്, അതുപോലെ ഫാദേഴ്സ് ഡേ ആണ്, വേൾഡ് മ്യൂസിക് ഡേ ആണ് എന്നാണ് ജൂൺ 21. അപ്പോൾ ജൂൺ 21 4 ദിനങ്ങളാണുള്ളത്. ഒന്ന് വേൾഡ് ഹൈഡ്രോഗ്രഫിക് ഡേ ആണ്, അതുപോലെ വേൾഡ് മ്യൂസിക് ഡേ ആണ്, ഇന്റർനാഷണൽ യോഗ ഡേ ആണ്, പിന്നെ ഒന്ന് ഏതാണ്? ഫാദേഴ്സ് ഡേ കൂടിയാണ്. അപ്പോൾ ഫാദേഴ്സ് ഡേയും ഇന്നാണ്. ഇനി അടുത്ത ചോദ്യം ഇതാണ്: സാങ്കേതിക സർവകലാശാല നടത്തിയ PhDയുടെ ആദ്യ ഓൺലൈൻ ഓപ്പൺ ഡിഫൻസിൽ പങ്കെടുത്ത വിദേശ പ്രൊഫസർ. നമുക്കറിയാം സാങ്കേതിക സർവകലാശാല PhDയുടെ ആദ്യ ഓൺലൈൻ ഓപ്പൺ ഡിഫൻസ് ഇപ്പോൾ നടത്തുകയുണ്ടായി. അപ്പോൾ ഇതിലൊരു വിദേശ പ്രൊഫസർ പങ്കെടുത്തു. ആരാണ് ഇദ്ദേഹം എന്നുള്ളതാണ് ചോദ്യം. ഡോക്ടർ വിജയ് സൂദ് ആണ്. ഡോക്ടർ വിജയ് സൂദ്. ഡോക്ടർ വിജയ് സൂദാണ് ഈ ഓപ്പൺ ഡിഫൻസിൽ പങ്കെടുത്തത്. ഗവേഷണ വിദ്യാർത്ഥിയായ ദീപ S കുമാറിന്റെ പ്രബന്ധ അവതരണത്തിലാണ് ഈ ഡോക്ടർ വിജയ് സൂദ് ഇതിൽ പങ്കെടുത്തിരിക്കുന്നത്. ഡോക്ടർ വിജയ് സൂദ് കാനഡയിലെ ഒന്റാറിയോ ടെക് യൂണിവേഴ്സിറ്റിയിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. അദ്ദേഹം ഇന്നത്തെ ഈ ഓപ്പൺ ഡിഫൻസിൽ പങ്കെടുക്കുകയുണ്ടായി. 6ാമത്തെ ചോദ്യം ഇതാണ്: നാഷണൽ ഹൈഡ്രോളജി പ്രോജക്ടിന്റെ പുതിയ റാങ്കിങ്ങിൽ കേരളത്തിന്റെ സ്ഥാനം എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നാഷണൽ ഹൈഡ്രോളജി പ്രോജക്ടിന്റെ പുതിയ റാങ്കിംഗ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. ഇതിൽ കേരളത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് 2ാം സ്ഥാനത്താണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇത് 7ാം സ്ഥാനത്തായിരുന്നു. ഇതിന്റെ 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് ദാമോദർ വാലി കോർപ്പറേഷനാണ്. 1ാം സ്ഥാനത്ത് നാഷണൽ ഹൈഡ്രോളജി പ്രോജക്റ്റിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ദാമോദർ വാലി കോർപ്പറേഷനാണ്. കേരളം 2ാം സ്ഥാനമാണ്. കഴിഞ്ഞ വർഷം കേരളം 7ാം സ്ഥാനത്തായിരുന്നു. ഇപ്പോൾ 0.67 വ്യത്യാസത്തിലാണ്
കേരളം 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, നാഷണൽ ഹൈഡ്രോളജി പ്രോജക്റ്റിന്റെ പുതിയ റാങ്കിങ്ങിൽ കേരളത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് 2ാം സ്ഥാനമാണ്. ഈ റാങ്ക് കേന്ദ്ര സർക്കാരാണ് ഈ റാങ്ക് പുറത്തിറക്കിയിരിക്കുന്നത്. അടുത്ത ചോദ്യം ഇതാണ്, ആശുപത്രിയിൽ പോകാതെ വീട്ടിലിരുന്ന വീഡിയോ കോൾ വഴി ഡോക്ടറെ കണ്ട് സംസാരിക്കാനും കുറിപ്പടികൾ സ്വീകരിക്കുവാനും വേണ്ടി ആരംഭിച്ചിരിക്കുന്ന പുതിയ വെബ്സൈറ്റ്, പുതിയ പോർട്ടലാണ് eSanjeevani.opd.in കേരള. അപ്പോൾ നിങ്ങൾക്ക് ഇനി മുതൽ ആശുപത്രിയിൽ പോകാതെ വീട്ടിലിരുന്ന് തന്നെ ഡോക്ടറെ കണ്ട് വീഡിയോ കോൾ വഴി കണ്ട് സംസാരിക്കാനും ഡോക്ടറിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മരുന്നിന്റെ കുറിപ്പടി സ്വീകരിക്കുവാൻ വേണ്ടി നമ്മുടെ കേരള സർക്കാർ ഒരു പുതിയ വെബ്സൈറ്റ്, ഒരു വെബ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരാണ് eSanjeevani.opd.in കേരള എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, ഏറ്റവും പ്രായം കുറഞ്ഞ നോബൽ സമ്മാന ജേതാവ് ആര് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതൊരു പഴയ ചോദ്യമാണ്, പക്ഷേ നമ്മുടെ ഇന്നത്തെ പത്രത്തിൽ ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മലാല യൂസഫ്സായിയാണ് പാകിസ്ഥാൻകാരിയായ ഏറ്റവും പ്രായം കുറഞ്ഞ നോബൽ സമ്മാന ജേതാവ് എന്ന് പറയുന്നത് മലാല യൂസഫ്സായിയാണ്. കാരണം മലാല യൂസഫ്സായിക്ക് ഓക്സ്ഫോർഡിൽ നിന്നും ബിരുദം ലഭിച്ചതുമായി സംബന്ധിച്ച ഒരു വാർത്ത ഇന്നത്തെ നമ്മുടെ ന്യൂസ് പേപ്പറിൽ ഒരു തലക്കെട്ടായിട്ട് കൊടുത്തു. അപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ നോബൽ സമ്മാന ജേതാവ് ആരാണ്? മലാല യൂസഫ്സായിയാണ്, പാകിസ്ഥാൻകാരിയാണ്. അടുത്ത 9ാമത്തെ ചോദ്യം, മലയാളി സ്ഥാപക ചെയർമാനായി പ്രവർത്തിക്കുന്ന UN-ലെ ഏക NGO സംഘടന ഏതെന്നാണ്. മലയാളി സ്ഥാപക ചെയർമാനായി പ്രവർത്തിക്കുന്ന UN-ലെ ഏക NGO എന്ന് പറയുന്നത് ഏതാണ്? വേൾഡ് യോഗ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ വേൾഡ് യോഗ കമ്മ്യൂണിറ്റിയാണ് മലയാളി സ്ഥാപക ചെയർമാനായി പ്രവർത്തിക്കുന്ന UN-ലെ ഏക NGO എന്ന് പറയുന്നത്. മറ്റൊരു ആർട്ടിക്കിൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അമേരിക്കയിൽ പോയപ്പോൾ UN-ന്റെ ആസ്ഥാനം വെറുതെ ഒന്ന് വിസിറ്റ് ചെയ്യുവാൻ വേണ്ടി പോയതായിരുന്നു എറണാകുളം തൃപ്പൂണിത്തറക്കാരനായ ദിലീപ് കുമാർ എന്ന് പറയുന്നത്. ദിലീപ് കുമാർ പക്ഷെ ഇന്ന് അവിടുത്തെ ആസ്ഥാന യോഗ ആചാര്യനാണ്, നമ്മുടെ UN-ന്റെ ആസ്ഥാന യോഗ ആചാര്യനാണ് ഈ മലയാളിയായിട്ടുള്ള ദിലീപ് കുമാർ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഈ സ്ഥാപനത്തിന്റെ വേൾഡ് യോഗ കമ്മ്യൂണിറ്റിയുടെ സ്ഥാപക ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ അവിടുത്തെ 20 വർഷമായിട്ട് UN-ലെ യോഗയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഈ മലയാളിയായിട്ടുള്ള ദിലീപ് കുമാർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ സംഘടനയാണ് വേൾഡ് യോഗ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, കോവിഡ് രോഗികൾക്ക് ചികിത്സയുടെ ഭാഗമായി അനുമതി ലഭിച്ച ആന്റിവൈറൽ മരുന്ന്. ഇപ്പോൾ ഒരു ആന്റിവൈറൽ മരുന്ന് ഇപ്പോൾ അപ്രൂവൽ ഇന്ത്യൻ ഡ്രഗ്സ് കൺട്രോൾ അനുമതി കൊടുത്തിട്ടുണ്ട്. ഏത് മരുന്ന് എന്നുള്ളതാണ് ഫാവിപിരാവിർ എന്ന് പറയുന്ന ഒരു മെഡിസിൻ ആണ് ഇപ്പോൾ കോവിഡ് രോഗികൾക്ക് ചികിത്സയുടെ ഭാഗമായിട്ട് അനുമതി കൊടുത്തിരിക്കുന്ന ഒരു ആന്റിവൈറൽ മരുന്ന് എന്ന് പറയുന്നത്. ഇന്നത്തെ 10 ചോദ്യങ്ങളും ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഇനി നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്, കിർഗിസ്ഥാന്റെ പുതിയ പ്രധാനമന്ത്രി ആര് എന്നുള്ളതാണ് ചോദ്യം. കിർഗിസ്ഥാന്റെ പുതിയ പ്രധാനമന്ത്രി ആര് എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ വീഡിയോയുടെ തൊട്ട് താഴെ നിങ്ങൾ കമന്റുകളായിട്ട് പോസ്റ്റ് ചെയ്യുക. ആദ്യം പോസ്റ്റ് ചെയ്യുന്ന വിജയിക്കാണ് ദിവസേന 1 GB എന്നുള്ള സമ്മാനം ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ ദിവസേനയുള്ള എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക്